നമുക്ക് ഇന്നലെ ആയിരുന്നു നോമ്പ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാമെന്ന് വിചാരിച്ച്. കാരണം ഇന്നലെ രാത്രി ഇടാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നുണ്ടായിട്ട. പിന്നെ അപ്പോൾ നമ്മളിതാ കുറച്ച് ചെറിയ രീതിയിലാണ് നോമ്പ് തുറക്കാനല്ല അത്താഴം കഴിക്കാനല്ല ആക്കുന്നത്. കുറച്ച് വെജിറ്റബിളും അങ്ങനെയെല്ലാം ആക്കൽ. പിന്നെ നമ്മൾ സ്ഥിരം കുടിക്കുന്ന ഒരു ഗോതമ്പ് കഞ്ഞി അങ്ങനെയാണ് വെക്കൽ. എപ്പോഴും വെക്കില്ല തന്നെ. അതിൻ്റെ ഇടയിൽ കുറച്ച് കയ്പക്ക കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കയ്പക്ക ഇങ്ങനെ മുളകിൽ വെക്കുകയല്ല, ഒരു അച്ചാർ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ബീൻസ് തോരനില്ലേ അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായിന്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് എനിക്ക് നോമ്പ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ് രാത്രി എന്നിട്ട് മിണ്ടാതെ ഇരുന്നിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലായി, എല്ലാവരും പറഞ്ഞ് ശനിയാഴ്ച ഇന്നാണ് നോമ്പ് ഇതാക്കണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ കുറച്ച് പുളി വെള്ളം ഉപ്പിലും പിന്നെ കയ്പക്ക മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം ഇട്ട് വെക്കണം. ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇട്ടാൽ ഞാൻ തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിന്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയാവും. പിന്നെ കടുക് പൊട്ടിക്കണം. അതിന് ഞാൻ ഫസ്റ്റ് കടുക് പൊട്ടിക്കാൻ എനിക്ക് മറന്നു. അതിന് പിന്നെയാണ് ഞാൻ കടുക് പൊട്ടിച്ചത്. അപ്പോൾ അതിങ്ങനെ നല്ല കുറുകിയിട്ട് എണ്ണ തെളിയുന്നത് വരെ നല്ല വേവണം. പിന്നെ ഗോതമ്പ് കഞ്ഞിയാണ് വെക്കുന്നത്. ഇത് അത്താഴത്തിനുള്ളതാണ്. നമുക്ക് അത്താഴത്തിന് അപ്പവും കറിയും പത്തരി കറി അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെ ഗോതമ്പിടും ചെറുപയറിടും ഉള്ളിയിടും പച്ചമുളകിടും പിന്നെ വെളുത്തുള്ളിയിടും. ഒരു 5 വെളുത്തുള്ളി ഇടും ഞാൻ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചെറിയ ജീരകം. അത് വലിയ നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഗ്യാസ് ട്രബിളെല്ലാം വരുന്നതിന് നല്ലതല്ലേ. അങ്ങനെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രാത്രിയിലാണ് ഉണ്ടാക്കൽ. ഒരു 11 മണിക്ക് കിടക്കാൻ നേരത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കും. അതൊരു 8 വിസിലാകുമ്പോൾ നമ്മൾ ഗോതമ്പ് ചെറുപയറെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഒരു 8 വിസിലാകുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കും. പിന്നെ തുറക്കുന്നത് ഇത് അത്താഴത്തിന് എടുത്തതാണ്. അത്താഴത്തിന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ചൂടാക്കൊന്നുമില്ല. പിന്നെ തളിച്ച വെള്ളയില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത് റെഡിയായി. കുറച്ച് ഇങ്ങനെ വെള്ളത്തോടെ കുടിക്കുന്നതാണ്. അതിൻ്റെ ഒന്നിച്ച് ഈ വറവും. ഇതാണ് ഞങ്ങൾ അത്താഴം. വലിയ സ്പെഷ്യലോ വേറെ എന്തും കറിയോ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് അത്താഴത്തിന്. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും. എല്ലാ ദിവസവും ഗോതമ്പ് കഞ്ഞി നിർബന്ധമാണ് ഇക്കാക്ക്. അങ്ങനെ പിന്നെ മോനെല്ലാം ഈത്തപ്പഴം വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് നോക്കൽ. അങ്ങനെ നമ്മൾ അത്താഴമെല്ലാം കഴിച്ചിട്ട് അതിന് പറ്റി എന്നതാ നല്ല ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഉള്ളി ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യൽ, പെട്ടെന്നാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എണ്ണൻ്റെ എല്ലാം ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എണ്ണൻ്റെ കടിയൊന്നും വേണ്ട, ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തേതാണ് ഉണ്ടാക്കിയത്. എന്താ പറയുന്നത്, നമ്മൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുകയല്ലേ അതുപോലെ അതിൻ്റെ ഉള്ളിൽ മധുരം അല്ലാതെ നമുക്ക് ചെമ്മീൻ്റെ മസാല വെച്ചിട്ടുണ്ടാക്കുന്നില്ലേ, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വെക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുത്തിന്, കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂണ് അത് ഇട്ട് കൊടുത്ത്, പിന്നെ മല്ലിയില കറിവേപ്പില അതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിന്. പിന്നെ അതാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്കലിൻ്റെ ഇത്. പത്തിരിയും പിന്നെ കോഴിക്കറി അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഫ്രൂട്ട്സും. നിഹാൽ അതിൻ്റെ ഇടയിൽ നോമ്പുണ്ടല്ലോ, പണിയെല്ലാം എടുക്കാൻ വരുന്നുണ്ട്, മുട്ടയെല്ലാം കഴിയാൻ വരുന്നുണ്ട്. ഞാൻ കഴിക്കോളാം പറഞ്ഞിട്ട് ഓംലെറ്റ് ആക്കുമെന്ന് നല്ല കറിയും. അങ്ങനെ ഓനോ ഹെൽപ്പാക്കാൻ വരുന്നുണ്ട്. പിള്ളേർക്ക് നോമ്പുണ്ടാൻ പോയില്ലേ, സ്കൂളുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് കുറച്ച് സമയം അങ്ങനെ പോയിക്കോളും, പിന്നെ വന്നിട്ട് ഉറങ്ങും. അങ്ങനെയാണ്. ഇപ്പോൾ സ്കൂളില്ലല്ലോ, സ്കൂളിപ്പോൾ ഉണ്ട്, മൺഡേ സ്കൂളുണ്ട്. പക്ഷെ അപ്പോൾ ടൈം പോകുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് കിച്ചണിലേക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. നൈലാക്കും നോമ്പുണ്ടായിന്. അങ്ങനെ ഓൾക്ക് ഭയങ്കര ഇങ്ങനെ ഒരു മണ്ണെല്ലാം കേൾക്കുമ്പോൾ തിന്നാനായാന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ നോമ്പ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നോക്കിയിട്ടില്ല ഇതുവരെ. അത്താഴമെല്ലാം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഫുഡ് കൊടുക്കലാണ്. ഒന്നാമത് അവൾക്ക് നല്ല വെയിറ്റ് എല്ലാം കുറവാണ്, അതുകൊണ്ട് തന്നെ നോമ്പ് നോക്കിച്ചിട്ടുണ്ടായിട്ടാണ്. ഇത് ഫസ്റ്റ് നോമ്പെന്ന് അവൾ നോക്കിയത്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്, മുട്ടയിൽ ഉണ്ടാക്കുന്ന മുട്ട വേവിച്ചിട്ട് അത് മസാലയിലിട്ടിട്ട് ഇങ്ങനെ മുട്ട ഒരു മസാലയിലിട്ടത്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.
ഈ മസാലയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതാണ് നമുക്ക് കൊഴുക്കട്ടയിലേക്കുള്ള ഫില്ലിങ്. ഇത് ഓയിലൊന്നും അല്ലല്ലോ, നമ്മൾ ആവിയിൽ വെക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിലെല്ലാം ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് എല്ലാം എടുത്ത് വെക്കണ്ട, നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ, മല്ലിയില പിന്നെ ഗാർലിക് പേസ്റ്റ്, അതൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും പറ്റിയിട്ടില്ല ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ വെക്കുന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതാ കൊഴുക്കട്ട റെഡിയായി. ഇതിങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. പിന്നെ സർവത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നന്നാറി സർവത്താണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചെറുപഴം ഇങ്ങനെ ഞരടിയിട്ടിട്ട് കൊടുക്കില്ലേ, അത് പാൽ ഒഴിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് മാത്രം അതിലേക്ക് കുതിർത്ത് വെച്ച് ഞാൻ സാധനമൊന്നും വാങ്ങാൻ പോയിട്ടുണ്ടായിട്ടാ, ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായിന്. പിന്നെ നമ്മളെ സർവത്തും റെഡിയായി. അങ്ങനെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ആക്കിയത്. എങ്ങനെയുണ്ട്? ഞാൻ എന്തെല്ലാം അറിയാം, പൈച്ചിട്ട് കഴിഞ്ഞില്ല നിസ്കരിച്ചാ എന്തെല്ലാം ആയിന് ക്ഷീണം. എന്തെല്ലാം തുറന്നിട്ടല്ലോ നോക്കുന്നത്, 10 തുറന്നു. നെയില എങ്ങനെയുണ്ട് നെയില നോമ്പ്? ആവില്ലേ? പിന്നെ നോമ്പ് ശരിക്കതല്ലേ. നെയിലാക്ക് നോമ്പ് നോക്കിയിട്ട് പെട്ടു എന്നറിയുന്ന പോലെ ഓൾക്ക് പൈക്കിന്ന് മമ്മി പൈക്കിന്ന് എന്നിട്ട് ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ നാളെ നോമ്പ് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടക്കിടക്കൊന്ന് തിന്നാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർവത്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആൾക്ക് മധുരം ഇല്ലാത്ത സർവത്ത്, ജിമ്മിനെല്ലാം പോകുന്ന ആൾക്കില്ലേ, ഡയറ്റ് നോക്കുന്ന ആൾക്ക് അത് മധുരം ഇല്ലാത്ത സർവത്ത് ഉണ്ടാക്കി വെച്ച് ബാക്കിയുള്ള ആൾക്ക് കുറച്ച് മധുരം ഇട്ടിട്ട്, നന്നാറിയിൽ തന്നെ നല്ല മധുരം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം നോമ്പിന് എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കിയ കമൻറ്റ് ചെയ്യുക. എന്നല്ലേ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്നത്? കുറച്ച് ആൾക്കല്ലോ, യുഎയിലുണ്ടാൾക്കും സൗദിയിലുണ്ടാൾക്കും എല്ലാം ഇന്നലെ അല്ലേ. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ടേബിളിലേക്ക് കുറേ സാധനമല്ലേ എത്തിന്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുവച്ചു, സമൂസ പിന്നെ റോള് പിന്നെ എലാഞ്ചി അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. ബാക്കി നമ്മളെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ഹരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിന്, അത് ഇഷ്ടമാണ് എല്ലാവർക്കും, മട്ടൻ ഹരീസ്. അങ്ങനെ നമ്മളെ ഒരു ചെറിയൊരു നോമ്പ് തുറക്കലാണ്. അപ്പോൾ മോന് അബുദാബിയിൽ പോയിട്ടുണ്ടായിന്, അതുകൊണ്ട് വലിയ മോനുണ്ടായിട്ട് ഇക്കാൻ്റെ അനിയനുണ്ടായിന്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫസ്റ്റ് നോമ്പ് തുറക്കൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയുള്ള നല്ല വിശേഷങ്ങളായിട്ട് വരാം.